ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ജിഷന, ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആണ്. ASD ADHD ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പാരൻസിൽ നിന്നും നമുക്ക് കേൾക്കേണ്ടി വരുന്ന മെയിൻ പ്രോബ്ലമാണ് കുട്ടിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല. സ്കൂളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബെഞ്ചിലിരിക്കാനോ അല്ലെങ്കിൽ ഒരു റിക്വേർഡ് ഓഫ് പീരിയഡ് ഓഫ് ടൈമിലേക്ക് കുട്ടിക്ക് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനോ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന്. ശരിക്കും എന്താണ് സിറ്റ് ഇൻടോളറൻസ്? എല്ലാ ഡെവലപ്മെൻറ്റ് പോലെയും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സ്കില്ലാണ് സിറ്റ് ഇൻടോളറൻസ് എന്ന് പറയുന്നത്. ശരിക്കും സിറ്റ് ഇൻടോളറൻസ് ഡെവലപ്പ് ചെയ്തൊരു കുട്ടിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കുട്ടിക്ക് അടങ്ങിയിരിക്കാനും റെസ്റ്റ്ലെസ് ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാണ്ട് ഒരു കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിനും അതുപോലെ സെൽഫ് കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിനും പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികളിൽ കാണുന്ന ഈ ഒരു സിറ്റ് ഇൻടോളറൻസ് പ്രോബ്ലത്തെ പരിഹരിക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. അതിലൊന്നാണ് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെൻറ്റ് ആൻഡ് മോട്ടിവേഷൻ. കുട്ടിക്ക് നമ്മളൊരു ടൈം പ്രൊവൈഡ് ചെയ്യുക. അത് 1 to 2 മിനിറ്റോ എത്രയാവാം. ഫസ്റ്റ് ഇനീഷ്യൽ ഒരു കുറഞ്ഞ ടൈമിനുള്ളിൽ കുട്ടിക്ക് ഒരു ടൈം കൊടുത്തിട്ട് കുട്ടിക്ക് ആക്ടിവിറ്റി ചെയ്യാൻ പറയാം. ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത കുട്ടിക്ക് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എൻകറേജ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസിറ്റീവ് റിവാർഡ് കൊടുക്കുകയോ വേണം. അല്ലെങ്കിൽ കുട്ടിക്ക് ഓഫർ ചെയ്യുക. കുട്ടിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്താണോ അത് കുട്ടിക്ക് ഓഫർ ചെയ്യുക. വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ സിറ്റ് ഇൻടോളറൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലായിട്ട് 1 to 2 മിനിറ്റ്സ് വെക്കുകയാണെങ്കിൽ അത് പിന്നെ ഒരു 2 to 3, 3 to 4, 5 to 10 അങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്തിട്ട് വരിക. അതിനായി നമ്മൾ യൂസ് ചെയ്ത ഒരു വിഷ്വൽ ടൈമറാണ്. അത് കുട്ടിക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ബ്രെയിൻ കാം ഡൗൺ ആക്ടിവിറ്റീസ് എല്ലാം കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യാം. ഈ ഒരു ടൈമിൽ സിറ്റ് ഇൻടോളറൻസ് കുറവാവാൻ തന്നെ കാരണം കുട്ടികളുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഇൻഅപ്രോപ്രിയേറ്റ് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ബ്രെയിൻ കാം ഡൗൺ ആക്ടിവിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ കോഗ്നിറ്റീവ് എൻഹാൻസ്മെൻറ്റ് ആക്ടിവിറ്റീസും പ്രൊവൈഡ് ചെയ്യാം. ബ്രെയിൻ കാം ഡൗൺ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. നമുക്ക് സൈക്ലിങ്ങോ വാക്കിങ്ങോ എന്തും ആവാം. അതല്ലെങ്കിൽ ബ്ലോക്സ് വെച്ചിട്ടുള്ള ആക്ടിവിറ്റീസും എല്ലാം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോഗ്നിറ്റീവ് എൻഹാൻസ്മെൻറ്റ് ആക്ടിവിറ്റീസിൽ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള പസിൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് കുട്ടീനോട് സോൾവ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് കുട്ടിയോട് സംസാരിക്കാനും എല്ലാം പറയാം. ബിഹേവിയറൽ മോഡലിംഗ് അതുപോലെ തന്നെ പ്രോംപ്റ്റിംഗ് കൊടുത്തിട്ടും നമുക്ക് സിറ്റ് ഇൻടോളറൻസിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ കുട്ടീനോട് ഫസ്റ്റ് സിറ്റ് ദെൻ പ്ലേ എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു ഫിസിക്കൽ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഗ്രാജുവലി നമ്മൾ ഫിസിക്കൽ പ്രോംപ്റ്റിനെ മാറ്റിയെടുത്തിട്ട് കുട്ടീനെ ഇൻഡിവിജ്വലി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കേണ്ടതാണ് ലാസ്റ്റ്. അതുപോലെ തന്നെ ബ്രെയിൻ കാം ഡൗൺ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് സ്ട്രെച്ചിങ് അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇത്തരം മെത്തേഡ്സ് ആണ് നമ്മൾ ബിഹേവിയറൽ തെറാപ്പിയിൽ സിറ്റ് ഇൻടോളറൻസ് കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ.